സുമയ്യ റളിയല്ലാഹു അൻഹ എന്ന് പറയുന്ന നിങ്ങൾക്ക് മാതൃകയായ മഹദി ഉണ്ടല്ലോ, ആ മഹദിയെ ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ട് നിർത്തിയിട്ട് ചുട്ടുപടുത്ത കമ്പി കൊണ്ടുവന്ന് പടുത്ത് മഞ്ഞ കളറും ചുവന്ന കളറുമായി മാറിയ കമ്പി കൊണ്ടുവന്ന് സുമയ്യ റളിയല്ലാഹു അൻഹയുടെ മുമ്പിൽ പിടിച്ചിട്ട് പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്നത് മാറ്റി പറഞ്ഞാൽ മുഹമ്മദിൽ ഞാൻ വിശ്വസിച്ചിട്ടില്ല എന്ന് പറഞ്ഞാൽ വെറുതെ വിടാമെന്ന് പറഞ്ഞപ്പോ ഈത്തപ്പന മരത്തിൽ കെട്ടിയിട്ട സുമയ്യ റളിയല്ലാഹു അൻഹ ആ സുമയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല, മാറ്റി പറയുന്ന പ്രശ്നമേ ഇല്ല, അല്ലാഹു അക്ബർ പറഞ്ഞില്ലേ. ചുട്ടുപടുത്ത കമ്പി അവര് ആ സുമയ്യ റളിയല്ലാഹു അൻഹയുടെ നാഭിയുടെ ഭാഗത്ത് തട്ടിച്ച് അവിടെ നിന്നൊരു ഇറച്ചി കഷ്ടം പറഞ്ഞു ചാടി. എന്നിട്ട് വേദനിക്കുന്ന സുമയ്യ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചു, ശത്രുക്കൾ ചോദിച്ചു, ഇനിയും നിനക്ക് ചാൻസ് ഉണ്ട്, മാറ്റി പറഞ്ഞ വിടാം. സുമയ്യ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല, മാറ്റി പറയുന്ന പ്രശ്നമില്ല. അമ്മാർ റളിയല്ലാഹു അൻഹു, യാസിർ റളിയല്ലാഹു അൻഹു, ഒന്ന് ഭർത്താവ് ഒന്ന് മോന്, രണ്ടാളും തല കൊണ്ട് ഇങ്ങനെ ആംഗ്യം കാണിച്ചു. അവരെയും കെട്ടിട്ടിരിക്കുകയാണ് കേട്ടോ, ഇല്ല, മാറ്റി പറയരുത് എന്ന് അവര് പറഞ്ഞു. മാറ്റി പറയുന്ന പ്രശ്നമില്ല. കെട്ടിയിട്ട വള്ളികൾക്കിടയിലൂടെ ഈ അനക്കാൻ പറ്റുന്ന ചൂണ്ടുവിരൽ ഇങ്ങനെ ഉയർത്തിപ്പിടിച്ചിട്ട് ആവർത്തിച്ചു പറഞ്ഞു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ്. ശത്രുക്കൾ ആ ചുട്ടുപടുത്ത കമ്പി സുമയ്യ റളിയല്ലാഹു അൻഹയുടെ നാഭിയിലൂടെ തള്ളിക്കയറ്റി. ആ കമ്പി എല്ലുകളെ തള്ളി മാറ്റി, കുടൽമാലകളെ ഉരുക്കി, മാംസം ഉരുകി ഒലിച്ച് ആ കമ്പി ശരീരത്തിന്റെ പുറകുവശത്ത് വന്നു നിന്നു. ഇങ്ങനെ പെടഞ്ഞ് കരഞ്ഞുകൊണ്ടിരിക്കുന്ന സുമയ്യ റളിയല്ലാഹു അൻഹയോട് മാറ്റി പറയാൻ നിനക്കുണ്ടോ എന്ന് ചോദിച്ചപ്പോ ആംഗ്യം കാണിച്ചു തലകൊണ്ടില്ല. വീണ്ടും പറഞ്ഞു, അല്ലാഹു അക്ബർ, ലാ ഇലാഹ ഇല്ലല്ലാഹ്. ചോര വാർന്നൊലിച്ച് ശത്രുക്കളുടെ മുമ്പിൽ വെച്ച് സുമയ്യ റളിയല്ലാഹു അൻഹ ലോകത്ത് നിന്ന് പിടഞ്ഞ് മരിക്കുന്നത് മുത്തുനബി ആ റൂട്ടിലൂടെ കടന്നു വരുമ്പോ കണ്ടപ്പോ, ക്ഷമിക്കണേ യാസിർ കുടുംബമേ, ക്ഷമിക്കണേ, നിങ്ങൾക്ക് പകരം സ്വർഗമുണ്ട് എന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ വിളിച്ചു പറഞ്ഞു. ഇതൊക്കെ ചരിത്രത്തിൽ നിന്ന് നമ്മൾ വായിക്കുന്നതാണ് അല്ലേ. ഈ ആദർശ പ്രബോധനത്തിന്റെ കാര്യത്തിൽ, ഈ ആദർശ പ്രബോധനത്തിന്റെ കൂട്ടായ്മയിൽ, ഈ ആദർശം എന്ന് പറയുന്ന തൗഹീദിന്റെ പേരിൽ ഒരു സൂചിയുടെ ഒരു ചെറിയ പോയിന്റ് വേദന പോലും അനുഭവിക്കാത്തവരാണ് നമ്മൾ ത്യാഗം സഹിച്ചു എന്ന് നമുക്ക് തോന്നുകയാണ്. ഒരു മഫ്തയണിഞ്ഞത് പോലും ത്യാഗമാണെന്ന് തോന്നുകയാണ്. ഒരു പർദ്ദയണിയുന്നത് പോലും ത്യാഗമാണ് എന്ന് തോന്നുകയാണ്. 5 നേരം തെറ്റാതെ നിസ്കരിക്കുന്നത് ത്യാഗമാണ് എന്ന് തോന്നുകയാണ് അല്ലേ. റമദാനിലെ നോമ്പ് നോറ്റുവീട്ടാനുള്ളത് നോറ്റുവീട്ടുന്നത്